Good evening all. So ഇന്നലത്തെ പോർഷൻ നമ്മൾ സ്ലാബ് സ്കാൻ ആണ് നോക്കിയത്. സ്ലാബ് സ്കാൻ ചെയ്യുന്ന കുറച്ച് മെത്തേഡ്സ് നമ്മൾ നോക്കിയത്. ഓക്കെ, സോ ഇന്നത്തെ പോർഷൻ നെക്സ്റ്റ് ആർക്കിടെക്ചർ സ്കാൻ ആണ്. സ്ക്രീൻ കാണാവോ? സ്ക്രീൻ കറക്റ്റ് ആയിട്ട് കാണുന്നുണ്ടോ? ഹലോ, കാണുന്നുണ്ട്. ഓക്കെ, സോ ആദ്യം നമ്മൾ സ്ലാബ് സ്കാൻ എടുത്തു. ജസ്റ്റ് ഒന്ന് അത് ചെയ്ത് കാണിച്ചാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 12.5 അതിന്റെ ബോഡി ലൈൻ വരയ്ക്കുക, ടോപ്പിക് യെസ് കൊടുക്കുക, ഡിഡക്ഷന്റെ പോർഷൻ തൽക്കാലം നോ വയ്ക്കുക. ത്രൂ ഔട്ട് സൺഷെയ്ഡ് വെക്കണമെങ്കിൽ അത് യെസ് വെക്കാം. പിക്സ് ലാബ് ഓപ്ഷൻ എടുക്കുക, ഓട്ടോക്യാഡിൽ വരാം, വരച്ച് വെച്ചേക്കുന്ന ലൈൻ സെലക്ട് ചെയ്തിട്ട് എൻറർ കൊടുക്കുക. ഓക്കെ, സെയിം തന്നെ ഡിഡക്ഷനിലേക്ക് വരുമ്പോഴത്തേക്കും ബ്രിക്ക് ഓഫ് ചെയ്യും, ഡിഡക്ഷൻ യെസ് വെക്കും, എന്നിട്ട് പിക്സ് ലാബ് കൊടുത്തിട്ട് നമ്മൾ 1 by 1 എല്ലാ ഡിഡക്ഷൻസും എടുക്കും. ഡിഡക്ഷൻസ് മെയിൻ ആയിട്ട് വരുന്നത് സ്ലാബിലെ ഓപ്പണിങ്സിനെയാണ് നമ്മൾ പറയുന്നത് ഡിഡക്ഷൻ എന്നുള്ളത്. സോ മെയിൻ ആയിട്ട് ഡക്റ്റുകൾ അല്ലെങ്കിൽ സ്റ്റെയർകേസിന്റെ ഓപ്പണിംഗ് ഇതൊക്കെയാണ് നമ്മൾ ഡിഡക്ഷൻ ആയിട്ട് എടുക്കുന്നത്. സോ ഡിഡക്ഷൻസ് എല്ലാം എടുത്തതിന് ശേഷമാണ് നമ്മൾ സ്ലാബ് സ്കാൻ കംപ്ലീറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിന്റെ വേരിയസ് മെത്തേഡ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇത് ജസ്റ്റ് ഒരു മെത്തേഡാണ്. ഡെപ്ത് വേരിയിങ് ആണെങ്കിൽ നമ്മൾ ആ വേരി ചെയ്യുന്ന പോർഷനിൽ എക്സ്ട്രാ തിക്നെസ് കൊടുക്കും. ഓക്കെ, സോ ഇത്രയാണ് ഇന്നലെ ഡിസ്കസ് ചെയ്തത്. ഇനി വരുന്നത് നമ്മൾ ആർക്ക് സ്കാൻ ആണ്. സോ ഇത്രയും കൊടുക്കുക, സേവ് ചെയ്യുക, ക്ലോസ് ചെയ്യുക, റിഫ്രഷ് ചെയ്ത് കൊടുക്കുക. ആർക്ക് സ്കാൻ വരുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് നമ്മൾ ആദ്യം പ്രോപ്പർട്ടീസ് ഫിൽ ചെയ്യണം. പ്രോപ്പർട്ടീസിനകത്ത് ഇതിൻ്റെ ഒത്തിരി ഓക്കെ, ബ്രിക്ക് ലൈൻസ് ഡ്രോൺ ഓവർ ഡോർ, വെന്റിലേറ്റർ, വിൻഡോ. അതായത് നമ്മൾ ബ്രിക്ക് ലൈൻ, വാൾ ലൈൻസ് വരയ്ക്കുന്നത് ഡോറിന്റെ വിൻഡോന്റെ മേളിൽ കൂടിയാണെങ്കിൽ യെസ് എന്ന് കൊടുക്കുക, അല്ലാത്ത കേസിൽ നോ. ഞാനിവിടെ ഡ്രാഫ്റ്റ് ചെയ്തേക്കുന്നത് അതിന്റെ മേളിൽ കൂടി കൊടുക്കാതെയാണ്. സോ ടെംപ്ലേറ്റിലെ ഇക്വേഷൻസും കാൽക്കുലേഷൻസും ഇതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നത്. വിൻഡോയിനും ഡോറിന്റെ മേളിലുള്ള ബ്രിക്കിന്റെ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ അങ്ങനെ വരുന്ന ബ്രിക്ക് ക്വാണ്ടിറ്റീസ് എല്ലാം വിൻഡോ ഡോർ സൈസസ് വെച്ചിട്ട് അല്ലാണ്ട് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നതാണ്. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ത്രൂ ഔട്ട് വരച്ചു കൊടുത്തിട്ട് വിൻഡോ ആൻഡ് ഡോറിന്റെ സൈസുകൾ അതിൽ നിന്ന് ഡിഡക്ഷൻ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇപ്പൊ ചെയ്തേക്കുന്ന പോലെ അത് മേളിൽ കൂടി വരയ്ക്കാണ്ട് എന്നിട്ട് വിൻഡോ ആൻഡ് ഡോറിന്റെ ആ മേലുള്ള ക്വാണ്ടിറ്റി സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഫോളോ ചെയ്തേക്കുന്നത് നമ്മളത് ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നുള്ള മെത്തേഡാ, അതുകൊണ്ട് ഇതെല്ലാം നോ കീപ്പ് ചെയ്യുക. ഇനി വരുന്ന ബ്രിക്ക് ഹൈറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അതായത് RCC എലമെന്റ്സ് ആയ ബീം ആൻഡ് സ്ലാബ് തിക്നെസ് അല്ലെങ്കിൽ ഡെപ്ത്, തിക്നെസ് അല്ല ഡെപ്ത് നമ്മൾ ടോട്ടൽ ഫ്ലോർ ഹൈറ്റിൽ നിന്നും കുറച്ചതിന് ശേഷം എടുക്കുന്ന വാല്യൂ ആണ് ബ്രിക്ക് ഹൈറ്റ്. ലിൻഡലിന്റെ തിക്നെസ് കുറയ്ക്കണേന്ന് ചോദിച്ചാൽ ത്രൂ ഔട്ട് സൺഷെയ്ഡ് വരുന്ന കേസിൽ അല്ലെങ്കിൽ ലോഡ് ബെയറിംഗ് വാൾസിന്റെ കേസിലാണ് നമ്മൾ ലിൻഡലും ബിൽഡിംഗും ത്രൂ ഔട്ട് കൊടുക്കുന്നത്. ആ കേസിൽ നമ്മൾ ലിൻഡലിന്റെ ഡെപ്തും കൂടിയാണ് കുറച്ചിട്ടായിരിക്കും ഇവിടെ വാല്യൂ എഴുതുക. ഇവിടെ ഇപ്പൊ നമ്മൾ 45, അതായത് ബീമിന്റെ ഡെപ്ത് മാത്രമേ കുറച്ചിട്ടുള്ളൂ. ഇനി ലിൻഡലിനെ കുറയ്ക്കുന്നത് സ്കാൻ കഴിഞ്ഞ ശേഷം വിൻഡോന്റെ പോർഷനിലായിരിക്കും ചെയ്യാം. ഇനി നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ലിൻഡലിന്റെ ഡെപ്ത് ത്രൂ ഔട്ട് സെയിം ആണ്. നമുക്ക് ഒരുമിച്ച് ആ വാല്യൂ ഇട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഈ വിൻഡോയിലാണ് നമ്മളത് എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നെ വരുന്നത് ഡീഫോൾട്ട് വിഡ്ത്ത്. ഓക്കെ, ഡീഫോൾട്ട് വിഡ്ത്ത് ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല, നമ്മൾ വോൾ എന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത് ഒരു ലെയർ നെയിം പ്ലസ് അത് രണ്ട് പാരലൽ ലൈൻസ് ആയിരിക്കണം എന്ന കണ്ടീഷനിൽ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ ഇൻ കേസ് ഇതുപോലെ അടുപ്പിച്ച് ഒരു എക്സ്പാൻഷൻ ജോയിന്റ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ രണ്ട് വോൾ അടുപ്പിച്ച് വരും, ഇടയ്ക്ക് ഒരു കുഞ്ഞു ഗ്യാപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ, അതും സ്കാൻ ചെയ്ത് വരും. അല്ലെങ്കിൽ ഇപ്പൊ അല്ല, അങ്ങനെയല്ല, ആ കേസ് അല്ല ശരിക്കും. മിനിമം നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യുന്നില്ല, മാക്സിമം മാത്രമേ സെറ്റ് ചെയ്യുന്നുള്ളൂ. സോ ഒരു ഇവിടെ പാരലൽ ലൈൻസ് ആണ് വോള് ഇട്ടെടുക്കുന്നത്. സോ ഈ രണ്ട് പാരലൽ ലൈൻ പോലെ തന്നെ ഈ ലൈനും ഈ വോൾ ലൈനും പാരലലാണ്. സോ ഇൻ ബിറ്റ്വീൻ ഒരു വോൾ ലൈൻ വരച്ച് വരുന്നുണ്ട്. വരാത്തത് എന്തുകൊണ്ടാണ്? നമ്മൾ മാക്സിമം ഇത്രേ വോൾ തിക്നെസ് പാടുള്ളൂ എന്നൊരു കണ്ടീഷൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. മിനിമത്തിന് ഇപ്പൊ കറന്റ്ലി കണ്ടീഷൻ ഇല്ല, നമ്മളത് മാനുവലി ആണ് കട്ട് ചെയ്ത് കൊടുക്കേണ്ടത്.
ഇനി ഡീഫോൾട്ട് വിഡ്ത്ത്, അതായത് നിങ്ങളൊരു ലൈൻ സെൻട്രൽ ലൈൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ വിഡ്ത്ത് ഇതിൽ വരച്ചിട്ടില്ല, നമ്മൾ ഇതിലെ വിഡ്ത്ത് ബൈ ഡീഫോൾട്ട് 23 ആയിട്ട് എടുക്കുക. പക്ഷെ ഇവിടെ നമ്മൾ വിഡ്ത്ത് വരച്ചിട്ടുണ്ട്, അതായത് പാരലി പ്രോപ്പർ ആയിട്ട് വരച്ചിട്ടുണ്ടെങ്കിൽ ഇതിലുള്ള വിഡ്ത്ത് മെഷർ ചെയ്ത് എടുത്തോളും, നമ്മളായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കണ്ട. ഈവൻ ഇഫ് ഞാൻ 23 എന്ന് കൊടുത്താലും ഈ വിഡ്ത്ത് പറഞ്ഞ വാളുകളുടെ തിക്നെസ് ഓട്ടോമാറ്റിക് ഐഡന്റിഫൈ ചെയ്ത് അത് ആഡ് ചെയ്തോളും. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ കൊടുക്കുക. ഇനി വരുന്ന റൗണ്ടിങ് ഓഫ് വാല്യൂ ആണ്. നമുക്ക് നിയറസ്റ്റ് സെന്റിമീറ്റേഴ്സിലേക്ക് ആ വാല്യൂ റൗണ്ട് ഓഫ് ചെയ്തെടുക്കാൻ അത് 2 ഡെസിമൽ മതി, 1 ഡെസിമൽ മതി, അല്ല ഡെസിമൽസേ വേണ്ട എന്ന കണ്ടീഷൻ കൊടുക്കാൻ വേണ്ടിയാണ് റൗണ്ടിങ് ഓഫ് വാല്യൂ വെക്കുന്നത്. ഞാൻ പ്രിഫർ ചെയ്യുക 0 വെക്കാനാണ്. കാര്യം ആ ഒരു ചെറിയ പോയിന്റിന്റെ വ്യത്യാസം നമുക്ക് എന്തായാലും വലിയ വേരിയേഷൻ വരുത്തുന്നില്ല. വരുന്ന കേസസും ഉണ്ട്, ഇല്ല എന്നല്ല, ബട്ട് എനിക്ക് ഇവിടെ ഇപ്പോൾ 0 വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് താല്പര്യം. സോ അത് ഞാൻ ഫോളോ ചെയ്യുന്നത്. ക്ലോസ് ചെയ്യുക. എന്നിട്ട് പ്രോപ്പർട്ടീസിനകത്ത് വിട്ടുപോയൊരു കാര്യമുണ്ട്, ബ്രിക്ക് ലെയറിന്റെ പേര്. സോ നമുക്ക് ഇവിടെ ഒരു കൊളാപ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു വിൻഡോ ഉണ്ട്, അതിനകത്ത് ബ്രിക്ക് ലെയറിന്റെ പേരിട്ട് കൊടുക്കാം. ഇതല്ലാണ്ട് കൂടുതൽ പേരുകൾ ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ വാൾ 15, വാൾ 23 എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എക്സ്ട്രാ വാളിനെ ലെയർ സൈസുകളോ അല്ലെങ്കിൽ പേരുകളോ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. എൻ്റർ ഇട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന അനുസരിച്ചായിരിക്കും ഓരോ നെയിംസ് തന്നെ എടുക്കുക. സെയിം ഓട്ടോക്യാഡിൽ യൂസ് ചെയ്തിരിക്കുന്ന സെയിം നെയിംസ് തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഇത് എൻ്റർ കഴിഞ്ഞാൽ നേരെ ക്ലോസ് ചെയ്യുക, സ്കാൻ ലേഔട്ട് എടുക്കുക, ഓട്ടോമാറ്റിക് ഡ്രോയിങ് ഓപ്പൺ ആവും. കാര്യം എന്ന് വെച്ചാൽ ഇത് നമ്മൾ ലിങ്ക് ആയിട്ടുണ്ട്. സോ ഡ്രോയിങ് ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആവും, പോപ്പപ്പ് ചെയ്യും. എന്നിട്ട് എൻ്റർ കൊടുത്താൽ ശ്രദ്ധിച്ചു നോക്കിയാൽ ഇതിനകത്ത് ആദ്യം കോളംസ് ഐഡന്റിഫൈ ചെയ്യും, അതിനുശേഷം വാൾസിന്റെ ഇടയിൽ സെൻട്രൽ ലൈൻസ് വരയ്ക്കും. വേർട്ടിക്കൽ ആദ്യം, പിന്നെ ഹൊറിസോണ്ടൽ എന്നുള്ള ഒരു പാറ്റേണിൽ അത് ഒരു സീക്വൻഷ്യൽ ഓർഡറിൽ തന്നെയാണ് ക്രിയേറ്റ് ചെയ്ത് പോകുന്നത്. വൺസ് ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇനി ഇൻ കേസ് ഈ കോളത്തിനകത്തൂടെയൊക്കെ പോയിട്ടുണ്ടെങ്കിലും നമുക്കത് ട്രിം ചെയ്ത് കൊടുക്കാൻ പറ്റും ലൈൻസ്. ഇവിടെ ഇപ്പൊ കോളത്തിനകത്തൂടി കയറി പോകാത്ത എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഞാൻ അവിടെ വെച്ച് എന്റെ വാൾ ലൈൻസ് ട്രിം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് കോളത്തിന്റെ അകത്തേക്ക് ഇത് കയറി പോകാത്തത്. അല്ലെങ്കിൽ എന്താ പറ്റാ, നിങ്ങൾ വെറുതെ കൊണ്ടുവന്ന് കോളത്തിന്റെ മേളിലാണ് വെക്കുന്നെങ്കിൽ കോളം ലൈൻസ് ഇന്റർസെക്ട് ചെയ്യുന്നുണ്ടാവും. അതപ്പോൾ നിങ്ങൾക്ക് ട്രിം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മാനുവൽ ട്രിം ചെയ്യേണ്ടി വരും. മാനുവൽ ട്രിം ചെയ്യാണ്ട് തന്നെ ഇതിനകത്ത് 4 കറക്ഷൻസ് ഉണ്ട്: ഫൈൻഡ് ഓവർലാപ്പ്, ട്രിം ബ്രിക്ക് ലൈൻസ്, റീജോയിൻ ബ്രിക്ക് ലൈൻസ്, കറക്റ്റ് ജംഗ്ഷൻസ്. സോ ക്ലയന്റിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഫയൽ നിങ്ങൾ ട്രിം ചെയ്ത് തന്നെ കറക്റ്റ് ചെയ്യണമെന്നില്ല. ഈ കറക്ഷൻസ് ഇതേ ഓർഡറിൽ തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്താലും നിങ്ങൾക്ക് അവിടെ വരുന്ന ഇന്റർസെക്ഷൻസ് കളയാം. ഞാൻ ഇത് റൺ ചെയ്യുന്നുണ്ട്, കാര്യം ബ്രിക്ക് വാൾസ് തമ്മിലുള്ള ഇന്റർസെക്ഷൻസിലും ഇത് അപ്ലൈ ചെയ്യേണ്ടി വരും. സോ അത് അപ്ലൈ ആയിക്കോട്ടെ, അത് വെയിറ്റ് ചെയ്യാം. 4 കറക്ഷൻസ് അപ്ലൈ ചെയ്യാം. 4 കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തുള്ള ഇന്റർസെക്ഷൻസ് ഒക്കെ ക്ലിയർ ആയിട്ടുണ്ടാവും. എന്നിട്ടും ചിലപ്പോൾ നമുക്ക് 1-2 ചെറിയ കറക്ഷൻസ് ബാക്കി ഉണ്ടാവും. അത് വേറൊന്നും കൊണ്ടല്ല, ഡ്രാഫ്റ്റിംഗിൽ വരുന്ന കൺഫ്യൂഷൻസ് ആണ്. സോ ഇപ്പൊ ഈ ജംഗ്ഷൻ കണ്ടോ, ഈ ജംഗ്ഷനിൽ സോഫ്റ്റ്വെയർ ഇത്തിരി കൺഫ്യൂസ്ഡ് ആവുന്നതുകൊണ്ടാണ് ആ ലൈൻ അങ്ങോട്ട് എക്സ്റ്റെൻഡ് ആവാത്തത്. അതുപോലെ ഇവിടെ വാൾ ലൈൻ കണ്ടോ ഫുൾ ലെങ്ത്തിൽ വന്നിട്ടില്ല, അതുകൊണ്ട് ഇത് എക്സ്റ്റെൻഡ് ആയില്ല. ഇതൊക്കെ നമുക്ക് മാനുവലി ഒന്ന് ജസ്റ്റ് കറക്റ്റ് ചെയ്ത് കൊടുക്കാം. ഡ്രാഫ്റ്റിംഗ് പെർഫെക്റ്റ് ആണെങ്കിൽ ഇങ്ങനത്തെ കറക്ഷൻസ് കുറവായിരിക്കും. ഡ്രാഫ്റ്റിംഗിൽ എന്തെങ്കിലും മിസ്മാച്ച് ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ കറക്ഷൻസ് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടി വരും. എപ്പോഴും ഇത് കറക്റ്റ് ആയിട്ട് ലൈക്ക് നമ്മൾ ചെയ്യുന്ന അനുസരിച്ചായിരിക്കും, വരയ്ക്കുന്ന അനുസരിച്ചായിരിക്കും അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ലൈൻസ് വരാം. ഡീറ്റെയിൽസിന്റെ ലെയർ ആണ്, വേറെ ലെയർ ആണ്, സെൻട്രൽ ലൈൻ അല്ല. ഓക്കെ, സോ മിനിമം കറക്ഷൻസേ ഉള്ളൂ, ബാക്കിയൊക്കെ കറക്റ്റ് ആണ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് പോർഷനിലേക്ക് പോവാം. ഇനി ഈ കറക്ഷൻസ് തന്നെ ചെക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് മാർക്ക് സ്കാൻ നമ്പർ ഇൻ ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞു കൊടുത്താൽ ഓരോ ലൈനും മാർക്ക് ചെയ്ത് തരും. ഇപ്പൊ സെൻട്രൽ ലൈൻ ഏതൊക്കെയാണോ അതിലൊക്കെ ഓരോ നമ്പേഴ്സ് വരും. കോളത്തിൽ ഒരു നമ്പർ വരും, സെൻട്രൽ ലൈൻ നമ്പർ വരും. കോളം എല്ലാം സ്കാൻ ആയോ എന്ന് ഈ നമ്പർ നോക്കിയിട്ട് അറിയാൻ പറ്റും കോളം എല്ലാം സ്കാൻ ആയിട്ടുണ്ടോ എന്നുള്ളത്. ഓക്കെ, കോളം എല്ലാം സ്കാൻ ആയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ നമ്പേഴ്സ് നോക്കിയാൽ മതിയോ.
ഓക്കെ, സോ അത് നമുക്ക് എങ്ങനെ സ്കാൻ ടാബിൽ നോക്കാം. ഇവിടെ സ്കാൻ ടാബിന്റെ അകത്ത് 3 സെക്ഷൻസ് ഉണ്ട്. ഒന്ന് ബ്രിക്കിന്റെ ക്വാണ്ടിറ്റി കാണിക്കുന്നത്, 2 ജോയിനറിയുടെ, 3 കോളത്തിന്റെ. ബ്രിക്കിന്റെ ക്വാണ്ടിറ്റീൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാം നമ്പേഴ്സ് ഡിഫറെന്റ് ആയിരിക്കും, പക്ഷെ അത് സ്കാൻ ചെയ്ത ഓർഡറിലാണ് നമ്പർ വന്നേക്കുന്നത്. അത് നിങ്ങൾ സോർട്ട് ചെയ്യണ്ട, ജസ്റ്റ് അങ്ങനെ തന്നെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. സോർട്ട് ചെയ്യുമ്പോഴത്തേക്കും മിക്സ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. ബെറ്റർ നമ്മൾ ഇങ്ങനെ എടുത്താൽ മതി. ഓക്കെ, ഇതിനകത്ത് വിൻഡോ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. വിഡ്ത്ത്, ഡെപ്ത്, ലെങ്ത് ഔട്ട്സൈഡ് ആണോ ഇൻസൈഡ് ആണോ എന്നുള്ളത്. ഈ ഔട്ട്സൈഡ് ഇൻസൈഡ് കറക്റ്റ് ആയിട്ട് സ്പെസിഫൈ ചെയ്യേണ്ടത് മെയിൻ ആയിട്ട് ജോയിനറിയുടെ അവിടെയാണ്. ചില ടെംപ്ലേറ്റ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതായത് ഔട്ട്സൈഡ് ഇൻസൈഡ് സ്പെസിഫൈ ചെയ്യുന്ന വെച്ചിട്ടാണ് എക്സ്റ്റേണൽ ഇന്റേണൽ ക്വാണ്ടിറ്റി വാളിന്റെയും പ്ലാസ്റ്ററിങ്ങിന്റെ ഒക്കെ എടുക്കുന്നത്. അങ്ങനെ വരുന്ന ടെംപ്ലേറ്റ്സിൽ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഔട്ട്സൈഡ് ഇൻസൈഡ് കറക്റ്റ് ആയിട്ട് സ്പെസിഫൈ ചെയ്യാം. അല്ലാത്ത കേസിൽ നിങ്ങൾക്ക് ഈ ജോയിനറിയുടെ പൊസിഷൻ ഔട്ട്സൈഡ് ഇൻസൈഡ് കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കണം. ഓക്കെ, ഇപ്പൊ രണ്ടും ചെയ്യുന്ന എങ്ങനെയാന്ന് നോക്കാം. ആദ്യം ഇതിന്റെയാണ്. സോ ആദ്യം കോളം നമ്പർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ടോട്ടല് 14 കോളംസ് വന്നിട്ടുണ്ട്. ഈ ഡ്രോയിങ്ങിന്റെ അകത്തും 14 ഉണ്ടോ നോക്കാം. നമ്പർ 14 ബോൾ ലൈൻസ് ഉണ്ട്. സോ 14 കോളംസ് ഉണ്ട്. അപ്പൊ കോളംസ് എല്ലാം സ്കാൻ ആയിട്ടുണ്ട്. അത് ഈസി ചെക്കിംഗ് ആണ്. അതുപോലെ തന്നെ ഈ കോളത്തിന്റെ സ്കാൻ ഇവിടെ ചെയ്യുന്നത് കോളത്തിന്റെ ക്വാണ്ടിറ്റി എടുക്കാനല്ല, പകരം കോളത്തിന്റെ ഹൈറ്റ് എടുക്കാനാ. ആ ഹൈറ്റ് വെച്ചിട്ടാണ് ബ്രിക്ക് വാളിന്റെ ഹൈറ്റ് എടുക്കുന്നത്. നമ്മൾ ഈവൻ എൻട്രി ചെയ്യുന്നുണ്ടെങ്കിലും അത് ആ ഹൈറ്റ് ഇവിടെ വന്നിട്ട് ഇവിടെ നിന്ന് നമുക്ക് ക്വാണ്ടിറ്റി കാൽക്കുലേഷനിൽ എടുക്കാൻ പറ്റുള്ളൂ. അത് ഇന്റേണലി കുറച്ച് കാൽക്കുലേഷൻ സെറ്റിംഗ്സിന്റെ കാര്യമാണ് ഇപ്പൊ പറയുന്നത്. അത്രയും നിങ്ങൾ വെറീഡ് ആവണ്ട, ജസ്റ്റ് കോളം സ്കാൻ ചെയ്യണം എന്ന് ഓർക്കുക. പക്ഷെ അത് ക്വാണ്ടിറ്റി എടുക്കാനല്ല, അതിന്റെ ഹൈറ്റ് എടുക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ കോളത്തിന്റെ ഹൈറ്റിന് വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കാം. അത് നമുക്ക് 2 റെക്ടാങ്കിൾ കോളം ഉണ്ട്, ബാക്കിയെല്ലാം സ്ക്വയർ കോളംസ് ആയിരുന്നു. അതെല്ലാം കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വരുന്ന ജോയിനറിയുടെ ചെക്കാണ്. അത് കഴിഞ്ഞ് ലാസ്റ്റ് നിങ്ങൾ വോളിൽ കറക്ഷൻ ചെയ്താലും മതിയാവും. ഓക്കെ, ഇനി ജോയിനറി പോർഷനിൽ വരുന്നതിൽ നിങ്ങൾക്ക് നോക്കാം. ആദ്യം ഇതിനകത്ത് ടി ഡി എല്ലാം ടോയ്ലറ്റ് ഡോറാ. അപ്പൊ അതെല്ലാം ഇൻസൈഡ് വരാം. ഓക്കെ, ടോയ്ലറ്റ് ഡോർ ആണ്, അതെല്ലാം ഇൻസൈഡ് വരാം. ഇതിനകത്ത് ഒരു ഡോർ പുറത്തുണ്ടാവും, വിൻഡോസ് എല്ലാം ഔട്ട്സൈഡ് ആണ്. ടി ഡി എല്ലാം ഇൻസൈഡ് ആണ്, അത് അൺടിക്ക് ചെയ്ത് കൊടുക്കുക. D1 ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഓൾട്ട് പിന്നെ ഇവിടെ ഈ ആരോ വെച്ചിട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ഓട്ടോമാറ്റിക് ആ ഡോർ ഓപ്പൺ ആവും. ലൈക് ഡോറിന്റെ പോർഷൻ ഹൈലൈറ്റ് ആവും ഓട്ടോക്യാഡിന്റെ അകത്ത്. ഇനി വരുന്നത് ഇൻസൈഡ് ഡോർ, അപ്പൊ അതിനും ടിക്ക് ചെയ്യണ്ട. ഇനി അടുത്ത ഡോർ ഏതാണെന്ന് നോക്കട്ടെ. 10th ഡോർ. അത് നമ്പർ ഇവിടെ ഇത്തിരി സ്കാറ്റേർഡ് ആയിട്ടുണ്ട്, അത് നോക്കണ്ട. പക്ഷെ ഓപ്പൺ ആയി വരുന്നത് കറക്റ്റ് ആയിട്ടാണ്. അപ്പോൾ D1 അൺടിക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ 9th വൺ, ഇതിവിടെ ഇപ്പൊ 10th ഡോറ്, ഇത് പറയുന്നത് ഇൻസൈഡ് ആണ്. സോ അത് അൺടിക്ക് ചെയ്ത് കൊടുക്കാം. ഈ വിൻഡോ അതും ഇൻസൈഡ് വിൻഡോ ആണ്. സോ അൺടിക്ക് ചെയ്ത് കൊടുക്കുക. അടുത്ത W2 അതും ഇൻസൈഡ് വിൻഡോ ആണ്, അതും അൺടിക്ക് ചെയ്ത് കൊടുക്കുക. W3, അതായത് ഇന്നർ പ്ലാസ്റ്റർ ലൈനിൽ വരച്ചേക്കുന്ന വിൻഡോസിനെയാണ് ഇൻസൈഡ് വിൻഡോസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അല്ലാണ്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന എല്ലാ വിൻഡോസും ഔട്ടർ വിൻഡോസ് ആണ്. സോ പ്ലാസ്റ്റർ ലൈനിന്റെ ബേസിക്സിലാണ് ശരിക്കും പറഞ്ഞാൽ ഇതിങ്ങനെ പറഞ്ഞേക്കുന്നത്. അത് മെയിൻ ആയിട്ട് അതിന്റെ കാൽക്കുലേഷനിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും വിൻഡോസ് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യുന്നതും അതിന്റെ ഇന്നർ പ്ലാസ്റ്ററിംഗ് ആണോ ഔട്ടർ പ്ലാസ്റ്ററിംഗ് ആണോ കൊടുക്കേണ്ടത് എന്നുള്ളതും ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ ഇന്നർ പ്ലാസ്റ്ററിൽ നിന്ന് ആ വിൻഡോന്റെ ഏരിയ കുറയ്ക്കണമെങ്കിൽ ആ വിൻഡോ ഇന്നർ വിൻഡോ ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്യണം. അത് ഔട്ടർ വിൻഡോ ആയിട്ട് മാർക്ക് ചെയ്യുന്ന പറ്റും ഔട്ടർ പ്ലാസ്റ്ററിംഗിൽ നിന്നായിരിക്കും അതിന്റെ ക്വാണ്ടിറ്റി കുറച്ചു പോവുക. അതുകൊണ്ടാണ് ഇൻസൈഡ് ഔട്ട്സൈഡ് കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യണം എന്ന് പറയുന്നത്. ആദ്യം തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നെക്സ്റ്റ് കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഇന്നർ പ്ലാസ്റ്റർ ലൈൻ ആണോ ഔട്ടർ പ്ലാസ്റ്റർ ലൈൻ ആണോ അവിടെ വരച്ചേക്കുന്നത് എന്നുള്ളതാണ്. ഔട്ടർ പ്ലാസ്റ്റർ ലൈൻ ആണെങ്കിൽ ആ വിൻഡോ അല്ലെങ്കിൽ ഡോറ് അല്ലെങ്കിൽ വെന്റിലേറ്റർ ഔട്ട്സൈഡ് വിൻഡോ അല്ലെങ്കിൽ ഡോർ വെന്റിലേറ്റർ ആയിട്ട് മാർക്ക് ചെയ്യണം. ഇന്നർ പ്ലാസ്റ്റർ ലൈൻ വരയ്ക്കുന്നെങ്കിൽ അത് ഇൻസൈഡ് വിൻഡോ അല്ലെങ്കിൽ ഡോർ ആയിട്ട് ജോയിനറി ആയിട്ട് കൺസിഡർ ചെയ്യണം. ഓക്കെ, അതാണ് കറക്റ്റ് കോൺസെപ്റ്റ്. ഇത് ഈ ഒരു ടെംപ്ലേറ്റിന് വേണ്ടി മാത്രം പറയുന്നതാണ്. ഇത് ടെംപ്ലേറ്റ്സ് മാറുന്നതനുസരിച്ച് കാൽക്കുലേഷൻ അപ്രോച്ച് മാറും. സോ അവിടെയുള്ള അപ്രോച്ച് ഇക്വേഷൻ നോക്കേണ്ടി വരും. ഇത് നിങ്ങൾ ഈ ഒരു ടെംപ്ലേറ്റ് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പൊ അത് അതിനനുസരിച്ച് തന്നെ യൂസ് ചെയ്യാം കേട്ടോ. ഇനി W3 വരുന്നത് ഓൾട്ട് നമ്പറിൽ ക്ലിക്ക് ചെയ്യാം, അതും ഇൻസൈഡ് ആണ്. സോ അൺടിക്ക് ചെയ്തു. D എന്ന് പറയുന്നത് വെന്റിലേറ്ററും എല്ലാം ഡക്റ്റിന്റെ അകത്താണ് വരുന്നത്.
എല്ലാ വെന്റിലേറ്ററും ഡക്റ്റിന്റെ അകത്താണ്. സോ അത് ഔട്ടർ വാൾ അല്ല, ഇതിനെല്ലാം ഇന്നർ പ്ലാസ്റ്റ് ലൈൻ ആണ് കൊടുത്തേക്കുന്നത്. സോ ഇതെല്ലാം ഇൻസൈഡ് ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി. അപ്പൊ വി അൺടിക്ക് ചെയ്തു. ഇനി വരുന്നത് കിച്ചൺ വിൻഡോ. കിച്ചൺ വിൻഡോയും ആ ഡക്റ്റിന്റെ അകത്തോട്ടാണ് ഓപ്പൺ ചെയ്യുന്നത്. പിന്നെ W എന്ന് പറയുന്ന വിൻഡോ, ഇത് ശരിക്കും ഔട്ട്സൈഡ് വിൻഡോ ആണ്. സോ ഇത് ഒഴികെ ബാക്കി എല്ലാം ഇൻസൈഡ് ആയിട്ടുള്ള ജോയിനറീസ് ആയിരുന്നു. ഇനി ചെക്ക് ചെയ്യേണ്ട അടുത്ത കാര്യം ഇതിന്റെ അകത്ത് ജോയിനറിയുടെ അകത്ത് ബ്രിക്ക് ഹൈറ്റ്. നേരത്തെ നമ്മൾ ലിൻഡലിന്റെ ഹൈറ്റ് മാറ്റുന്ന കാര്യം പറഞ്ഞിരുന്നില്ലേ, അത് മാറ്റുന്നത് ഇവിടെയാണ്. അതായത് ലിൻഡലിന്റെ തിക്നെസ് കുറയ്ക്കേണ്ടത് ഇവിടെയാണ്. സോ 295 മൈനസ് 15 എത്രയാണ്? 280. ആ വാല്യൂ ഇവിടെ നിങ്ങൾക്ക് മാനുവലി എൻ്റർ ചെയ്യാം. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുക, ആക്ടിവേറ്റ് ആവും. 280 ടൈപ്പ് ചെയ്യുക, ഡൗൺ ആരോ ക്ലിക്ക് ചെയ്യുക, എൻ്റർ കൊടുക്കരുത്. എൻ്റർ കൊടുത്താൽ ശരിക്കും ആ എൻ്റർ അടിക്കുന്നുണ്ടോ 280 കൊടുത്ത് എൻ്റർ കൊടുത്ത് നെക്സ്റ്റ് റൈറ്റ് സൈഡിലേക്കാണ് മൂവ് ചെയ്യുക. അതിന് പകരം ഡൗൺ ആരോ ആണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. സോ എളുപ്പം നമുക്ക് താഴെ ഫിൽ ചെയ്ത് കൊടുക്കാം. ടൈപ്പിംഗ് സ്പീഡ് മാത്രമാണ് ഇതിന്റെ ഒരു ഫാക്ടറായിട്ട് വരാം, ബാക്കിയൊന്നും പ്രശ്നമില്ല. 280. ഇനി വരുന്നത് ബ്രിക്ക് വാളിന്റെ തിക്നെസ്. എല്ലായിടത്തും 23 അല്ല. ഈ ഡിഫോൾട്ട് വാൾ തിക്നെസ് കയറി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ വാൾ തിക്നെസ് ബൈ ഡിഫോൾട്ട് ഫിൽ ചെയ്ത് കൊടുക്കുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ വാൾ തിക്നെസ് വേരി ചെയ്യുന്ന പൊസിഷൻസ് എവിടെയാണ്. ഇന്നർ വരുന്ന വാൾസിലാണ് വാൾ തിക്നെസ് വരുന്നത്. എത്രയൊക്കെ വരുന്നുണ്ട്? 15 ആണ് ഇന്നർ വാളിന്റെ തിക്നെസ്. ഇവിടെ നിങ്ങൾക്ക് മേളിൽ കാണാം. സോ ഇന്നർ വാളിന്റെ തിക്നെസ് 15 ആയിട്ട് മാറ്റി കൊടുക്കണം. അതില് നമുക്ക് വരുന്ന ഈ വെന്റിലേറ്റർ എല്ലാം കട്ടി കൂടിയ വാളിലാണ് ഇരിക്കുന്നത്. സോ അതിന്റെ തിക്നെസ് കൂട്ടണം. ഇപ്പൊ ഇരിക്കുന്ന 23 തന്നെയാണ് കറക്റ്റ്. 23 ഇപ്പൊ ത്രൂ ഔട്ട് എല്ലായിടത്തും കൊടുത്തേക്കുന്നത്. 15 വരുന്ന സ്ഥലങ്ങളാണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. സോ ഇതിനകത്തുള്ള വിൻഡോ വെന്റിലേറ്ററുകൾ, വിൻഡോ 1 തിക്നെസ് കൂടിയതാണ്. വെന്റിലേറ്റേഴ്സ് രണ്ടും തിക്നെസ് കൂടുതലുള്ള വാളിലാണ്. KV അതായത് കിച്ചൺ വിൻഡോ ഇരിക്കുന്നതും തിക്കായിട്ടുള്ള വാളിലാണ്. മേളിലേക്ക് വരുന്ന W3 W4 W2 ഇതും തിക്നെസ് ഉള്ള വാളിലാണ് ഇരിക്കുന്നത്. പിന്നെ വരുന്ന ഏതൊക്കെയാ? ഡോറ്. ഈ ഒരു D1 ഒഴികെ ബാക്കി എല്ലാ ഡോറും 15 തിക്നെസ്സിലായിരിക്കുന്നത്. സോ പിന്നെ ടോയ്ലറ്റ് ഡോറും അത് തന്നെയാണ്. ഇതെല്ലാം 15 ആക്കുക. ടോയ്ലറ്റ് ഡോർ 2 15 ആക്കി. ഈ D1 ഒന്ന് ചെക്ക് ചെയ്യണം, ഏതാണ് ആ നമ്പർ. ഇത് ഇന്നർ ഡോർ ആണ്, ഇത് ഇന്നർ ഡോർ ആണ്, ഇതായിരിക്കും അപ്പൊ ഔട്ടർ ഡോർ വരുന്നത്. അതിനൊഴികെ ബാക്കി എല്ലാത്തിനും 15 ആക്കുക. ഓക്കെ. സോ ഇതിനകത്തുള്ള കറക്ഷൻസ് കഴിഞ്ഞു. അതായത് ബ്രിക്ക് ഹൈറ്റ് കറക്റ്റ് ചെയ്തു നമ്മള്, പിന്നെ അതിന്റെ തിക്നെസ് കറക്റ്റ് ചെയ്തു. ഇൻസൈഡ് ഔട്ട്സൈഡ് കറക്ഷൻ ചെയ്യാം. ഇത് ഇത്രയും ചെയ്യാം. ഈ ഇൻസൈഡ് ഔട്ട്സൈഡ് കറക്ഷൻസ് മെയിൻലി നമുക്ക് ഈ ഡക്ട് വരുന്ന കേസിലാണ് കൺഫ്യൂസിംഗ് ആയിട്ട് വരാം. അല്ലാത്ത കേസിൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് കറക്റ്റ് ആയിട്ട് കിട്ടിക്കോളും. നിങ്ങൾ ഇത്രയും കറക്ഷൻ ചെയ്യേണ്ടി വരുന്നത്. പക്ഷെ ഈ ഡക്ട് വരുമ്പോൾ ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് നമ്മൾ മാനുവലി ഡിസൈഡ് ചെയ്യണം, ഇതാണ് വേണ്ടത് ഇതാണ് വേണ്ടത് എന്നുള്ളത്. അതുകൊണ്ടാണ് അത് സോഫ്റ്റ്വെയറിൽ വരുന്ന വാല്യൂസ് നമ്മൾ എഡിറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി വരുന്നത് മേളിലുള്ള പോർഷൻ, അതായത് വാളിന്റെ പോർഷൻ, അതിന്റെ ഇൻസൈഡ് ഔട്ട്സൈഡ് ഫിക്സ് ചെയ്യുന്നത് ഇതുപോലെ തന്നെ. ഇതിൽ കുറച്ചും കൂടി എളുപ്പമാക്കാൻ വേണ്ടി ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് സോർട്ട് ചെയ്യാം. ഇവിടെ ഞാൻ ആദ്യം ഔട്ട്സൈഡ് വാൾസ് എടുക്കാൻ പോവാണ്. സോ അത് ട്രൂ വെച്ചിട്ട് ബാക്കി എല്ലാം ഓഫ് ചെയ്ത് അപ്ലൈ ചെയ്യാം. എന്നിട്ട് ഇത് മാത്രം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 1 7 18 25 23 6 23 അല്ല 33 6 5 4 3 2 ഇതെല്ലാം ഔട്ട്സൈഡ് വോൾ തന്നെയായിരുന്നു. അപ്പൊ ബാക്കിയെല്ലാം ഇൻസൈഡ് വോൾ. അപ്പൊ അത് കറക്റ്റ് പിക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തെറ്റാൻ ചാൻസ് ഉള്ളത് ഈ 28 29 31 32 30 ഇതിന്റെ പോർഷൻ ആണ് തെറ്റാൻ ചാൻസ് ഉള്ളത്. അപ്പൊ നമ്മൾ ഈ ഇൻസൈഡ് എന്നുള്ളത് ഔട്ട്സൈഡ് എന്നുള്ളത് മാറ്റി ഇൻസൈഡ് ഫാൾസ് ആക്കി വെക്കാം. അതിൽ നോക്കുക 28 കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ വാൾ തിക്നെസ് ആണ് നിങ്ങൾക്ക് സോർട്ട് ചെയ്ത് ചെക്ക് ഉണ്ടെങ്കിൽ വാൾ തിക്നെസ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. 2 ഫിൽറ്റർ ഇപ്പൊ കൊടുത്തിട്ടുണ്ട്. ഇൻസൈഡ് വാളും ആയിരിക്കണം, 15 തിക്നെസ്സേ പാടുള്ളൂ. അങ്ങനെയുള്ള വാൾസ് മാത്രം നോക്കുവാണ് നമ്മള്. അതിൽ 9 വരുന്നുണ്ട്, 27 വരുന്നുണ്ട്, 14 ഉണ്ട്, 15 ഉണ്ട്, 19 21 22 17 ഇതൊക്കെ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഓട്ടോമാറ്റിക്കലി ബാക്കി ഇൻസൈഡ് ആയിട്ട് തിക്നെസ് കൂടുതലുള്ള വാൾസ് ആണ് ബാക്കി വരുന്നത്. അപ്പൊ നമ്മൾ അത് ഇനി ചെക്ക് ചെയ്ത് സമയം കളയണമെന്നില്ല.
സേവ് ചെയ്യുക. സോ നമ്മളിപ്പോ എസ്റ്റിമേഷനും ഒപ്പം അതിന്റെ കറക്ഷനും ചെക്കിങ്ങും കഴിഞ്ഞു. ഇനി ഇത് വേറൊരാൾ ചെക്ക് ചെയ്യുമ്പോഴും അവർക്ക് ഇതുപോലെ തന്നെ സ്കാൻ ടാബിൽ പോയിട്ട് ഇതുപോലെ ഫിൽറ്റേഴ്സ് സെറ്റ് ചെയ്തിട്ട് സേവ് ചെയ്ത് ചെയ്യാവുന്നതാണ്, ചെക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ സ്കാൻ ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് സ്റ്റെപ്പ് പ്രോപ്പർട്ടീസ് ഫിക്സ് ചെയ്യുക. പ്രോപ്പർട്ടീസിനകത്ത് നിങ്ങൾക്ക് ആകെ മാറ്റാനുള്ളത്, ഇപ്പൊ ബ്രിക്ക് ലെയർ നെയിം നിങ്ങൾ കോൺസ്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന സെയിം ലെയർ നെയിം ആണെങ്കിൽ എപ്പോഴും പോയി ഇത് എഡിറ്റ് ചെയ്ത് കൊടുക്കണ്ട. ബ്രിക്ക് ഹൈറ്റ്, സ്റ്റോറി ഹൈറ്റ് സെറ്റ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് കൊടുക്കുവാണെങ്കിൽ അത് ചേഞ്ച് ചെയ്യണ്ട. ആകെ മാറ്റേണ്ടത് ഡീഫോൾട്ട് വിഡ്ത്ത് മാറുന്നുണ്ടെങ്കിൽ അതും, അതുപോലെ തന്നെ മാക്സിമം വിഡ്ത്തും ലിൻഡൽ തിക്നെസ്സും. ഇത് മൂന്നുമായിരിക്കും നിങ്ങൾക്ക് മാറ്റി കൊടുക്കേണ്ടി വരുന്നത് ഈ പ്രൊജക്ട്സ് മാറുന്ന അനുസരിച്ച്. ഇനി വേരിങ് ലിൻഡൽ തിക്നെസ് ആണെങ്കിൽ നിങ്ങൾ ജോയിന്ററി ടേബിളിൽ കൊടുത്തേക്കുന്ന ലിൻഡൽ തിക്നെസ് മാത്രമേ വെക്കാൻ പാടുള്ളൂ. ഇവിടെയുള്ള വാല്യൂ 0 ആക്കി കൊടുക്കണം, അല്ലെങ്കിൽ മൊത്തത്തിൽ റീറൈറ്റ് ചെയ്ത് വരും, 15 ആയിട്ട് റീറൈറ്റ് ആയി പോകും. അപ്പൊ പകരം ഇവിടെ 0 ആക്കി വെച്ചാൽ ആ ജോയിന്ററി ടേബിളിലുള്ള വാല്യൂ തന്നെയായിരിക്കും എടുക്കുക സ്കാൻ ടൈമിൽ. അത് കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്തത് എന്താ? സ്കാൻ കഴിയുമ്പോഴത്തേക്കും 4 കറക്ഷൻസ് കൊടുത്തു. പ്രോപ്പർട്ടീസ് ഫിക്സ് ചെയ്തു, സ്കാൻ ലേഔട്ട് ഓപ്ഷൻ എടുത്തു, നേരെ ഡ്രോയിങ്ങിൽ വന്നിട്ട് ഇത് ഫുള്ള് പിക്ക് ചെയ്ത് കൊടുത്തു, ഇത് ഫുള്ള് ഇങ്ങനെ പിക്ക് ചെയ്ത് കൊടുത്തു. അതിനുശേഷം എൻ്റർ കൊടുത്തു കഴിയുമ്പോൾ സെൻഡ് ലൈൻസ് ക്രിയേറ്റ് ആവും. സെൻഡ് ലൈൻസ് ക്രിയേറ്റ് ആയതിനു ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്ത് 4 കറക്ഷൻസ് കൊടുക്കും. ഇനി ഏതെങ്കിലും ഒരു സെൻഡ് ലൈൻ വന്നില്ല എന്ന് വിചാരിക്കുക, നിങ്ങൾക്ക് അത് വരച്ചു കൊടുക്കാം. അതിനാണ് ഈ ഒരു ഓപ്ഷൻ, പിക്ക് ലൈൻസ് ഓർ കോളംസ് എന്നുള്ള ഓപ്ഷൻ. പിക്ക് സെൻഡർ ലൈൻ, അതായത് നിങ്ങൾ ലൈൻ വരച്ചിട്ട് അതിനെ സെൻഡർ ലൈൻ ആയിട്ട് കൺവേർട്ട് ചെയ്യുക. അതിന് വേണ്ടിയാണ് പിക്ക് സെൻഡർ ലൈൻ. അപ്പൊ നിങ്ങൾ ഓൾറെഡി ഒരു ലൈൻ വരച്ച് വെക്കുക. അതിനകത്ത് ആ ലൈനിനെ നിങ്ങൾ വന്ന് ഈ മെത്തേഡിൽ, അതായത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് പിക്ക് സെൻഡർ ലൈൻ എടുത്ത് സെൻഡർ ലൈൻ സെലക്ട് ചെയ്തിട്ട് ഇവിടെ വന്ന് ആ ലൈൻ പിക്ക് ചെയ്ത് കൊടുത്താൽ അത് സെൻഡർ ലൈൻ വാല്യൂ ആയിട്ട് ഇതിനകത്ത് ആഡ് ആവും. അപ്പൊ ലാസ്റ്റ് കിടക്കുന്നത് ഇപ്പൊ നമ്മൾ പിക്ക് ചെയ്ത് കൊടുത്ത വാല്യൂ ആയിരിക്കും കേട്ടോ. നമ്പറിങ് മാറിയിട്ടുണ്ടാവും, റീസെറ്റ് ആയിട്ടുണ്ടാവും കേട്ടോ. ഇനി വേറൊരു കാര്യം എന്ന് വെച്ചാല്, നിങ്ങൾ ഇവിടെ ഈ റോയിൽ നിന്ന് ഇത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാല് ഓട്ടോകാഡിൽ നിന്ന് അത് പോകുന്നില്ല. പക്ഷെ അതേസമയം ഈ ലൈൻ നിങ്ങൾ ഇവിടെ ഡിലീറ്റ് ചെയ്തിട്ട് ഇവിടെ വന്ന് സേവ് ചെയ്ത് കൊടുത്താൽ ഓട്ടോമാറ്റിക് ആ ഡിലീറ്റ് ആയ ലൈൻ ഇതിന്ന് റിമൂവ് ആവും. റിഫ്രഷ് ചെയ്യുക, വീണ്ടും സേവ് ചെയ്ത് കൊടുത്താൽ ആ ഡിലീറ്റ് ആയ ലൈൻ ഇതിന്ന് ഫുള്ളായിട്ട് റിമൂവ് ആവും. അതുകൊണ്ടാണ് പറഞ്ഞത്, ലിങ്ക് സെറ്റ് ആയി കഴിഞ്ഞാൽ, വൺസ് ഈ പ്രൊജക്ട് തമ്മിൽ ലിങ്ക് ആയി കഴിഞ്ഞാൽ ഫയൽ സേവ് ചെയ്യുന്നത് യൂസ് ശ്രദ്ധിക്കണം. ഇത് തമ്മിലുള്ള ലിങ്ക് ഡിസ്കണക്ട് ആയാൽ ഇതുപോലെ നിങ്ങൾ സേവ് ചെയ്യുമ്പോൾ ഡാറ്റ റിമൂവ് ആയി പോകും. കാര്യം ഓട്ടോകാഡ് ഫയൽ ഐഡന്റിഫൈ ചെയ്യത്തില്ല. അപ്പൊ ബാക്കപ്പ് ഡാറ്റ ഇല്ലാത്തതുകൊണ്ട് അത് ഫുള്ള് ഇറേസ് ചെയ്ത് കളയും. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ഈ പിക് സെൻഡർ ലൈൻസ് തന്നെ നമുക്ക് വേറെയും കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. സെൻഡർ ലൈൻ ക്രിയേറ്റ് ഓപ്ഷൻ, അതായത് നമുക്ക് നേരിട്ട് പോയിട്ട് ഇതിനകത്ത് വരച്ചു കൊടുക്കാം. 2 പോയിന്റ്സ് കൊടുത്താൽ മതി. അതുപോലെ മാക്സിമം വിഡ്ത്ത് എൻ്റർ ചെയ്ത് കൊടുക്കണേ, എന്നിട്ട് 2 ലൈൻസ് വരച്ചു കൊടുത്താൽ നിങ്ങൾക്ക് അത് വെച്ചിട്ട് സെൻഡർ ലൈൻ വരച്ചു കൊടുക്കാം. അതേപോലെ കുറച്ച് ഓപ്ഷൻസും ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഡ്രോ സെൻഡർ ലൈൻ, ക്രിയേറ്റ് സെൻഡർ ലൈൻ, ഡ്രോ സെൻഡർ ലൈൻ, ഫില്ലറ്റ് സെൻഡർ ലൈൻ, സ്കാൻ കോളംസ്. അങ്ങനെ നിങ്ങൾക്ക് വിട്ടുപോയാൽ അത് റീഡൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നേന്ന് ഫുൾ ചെയ്യണേ പകരം ഇങ്ങനെ ഈ ഓപ്ഷൻസ് യൂസ് ചെയ്യാം. ഇത് ഞാൻ അധികം റെക്കമെൻഡ് ചെയ്യില്ല. കാര്യം ബെറ്റർ ആൻഡ് ബെസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ സ്കാൻ ടൈമിൽ തന്നെ കറക്റ്റ് ആയിട്ട് എല്ലാം എടുക്കുന്നതാണ്. അത് കഴിഞ്ഞ് ഈ കറക്ഷൻ ചെയ്ത് വരുമ്പോഴത്തേക്കും ചിലപ്പോൾ ഡെപ്ത് തെറ്റിപ്പോവും, വിഡ്ത്ത് തെറ്റിപ്പോവും, അല്ലെങ്കിൽ നിങ്ങൾ അതിന്റെ ലൈൻ ചിലപ്പോൾ വേറെ ലെയർ നെയിമിൽ വരാൻ ചാൻസ് ഉണ്ട്. ഈ ഉള്ള ലെയർ നെയിംസ് ആണ് പ്രോപ്പർ ആയിട്ട് നമ്മളുടെ കാൽക്കുലേഷനിൽ കയറി വരാം. നമ്മൾ ഈ റീക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്ന ലൈൻസ് ചിലപ്പോൾ ഈ അതിന്റെ പേര് മാറി വരാൻ, ലൈനിന്റെ പേര് മാറി വരാനും ചാൻസ് ഉണ്ട്. അത് കാരണം എന്ത് പറ്റും, നമ്മുടെ കാൽക്കുലേഷൻസ് ചിലപ്പോൾ ആ പേരില്ലാത്തത് കൊണ്ട് അതിന്റെ വാല്യൂ എടുക്കാണ്ട് പോകാനും ചാൻസ് ഉണ്ട്. ഫിൽട്ടർ കൊടുക്കുന്ന കുറച്ച് കാൽക്കുലേഷൻസ് ഉണ്ട്. സോ ആ ഫിൽട്ടറിൽ വരുന്ന കാര്യങ്ങൾ മാത്രമേ കാൽക്കുലേറ്റ് ആവുള്ളൂ. വ്യത്യാസം പേര് കാണുമ്പോൾ ആ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യാതെയോ അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് എൻട്രി ആവാതെയോ ഇരിക്കും. ബെറ്റർ നിങ്ങൾ 1 ടൈം സ്കാൻ എന്നുള്ള രീതിയിൽ തന്നെ പോവാം. എന്നാൽ ചില കേസുകൾ നമുക്കത് സ്കാൻ ആവാണ്ട് വരുമ്പോൾ ഇങ്ങനെ കോമ്പൻസേറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്യാനും പറ്റും. ഓക്കെ, സോ ഇന്ന് ഞാൻ ഈ സ്കാൻ ആർക്ക് മാത്രമേ എടുക്കുന്നുള്ളൂ, ബാക്കിയും കൂടി എടുക്കുന്നില്ല. സ്കാൻ ആർക്ക് തന്നെ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. എന്നിട്ട് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. ഡ്രാഫ്റ്റിംഗ് നിങ്ങൾ എത്രയും വേഗം സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഡ്രാഫ്റ്റിംഗ് കറക്ഷൻസും ഡൗട്ട്സും ഒന്നും നിങ്ങൾക്ക് പിന്നീട് എടുത്ത് നോക്കുമ്പോൾ എളുപ്പം ചെയ്യാൻ പറ്റില്ല. സോ ഡ്രാഫ്റ്റിംഗ് ഇപ്പോൾ ചെയ്ത് നോക്കിയാൽ അത്രയും നല്ലത്. നിങ്ങൾ ചെയ്യുന്ന ഡ്രാഫ്റ്റിംഗ് കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്
ഫയൽ എനിക്ക് അയച്ചു തന്നാൽ ചെക്ക് ചെയ്തിട്ട് കറക്ഷൻസ് പറഞ്ഞു തരാം. സമയമുള്ളത് പോലെ ചെയ്തു വെക്കുക. ഏറ്റവും ബെറ്റർ ഓപ്ഷൻ നിങ്ങൾ ഈ തേർഡ് ഇയർ, അതായത് നിങ്ങൾ ഫൈനൽ ഇയറിലേക്ക് കയറുന്നതിന് മുന്നേ ഈ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യാന്നുള്ളതാണ്. വൺസ് അത് നിങ്ങൾ ഫോർത്ത് ഇയർ അല്ലെങ്കിൽ ഫൈനൽ ഇയറിലേക്ക് കയറി കഴിഞ്ഞാൽ ഈ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഒത്തിരി സമയം വേണ്ടി വരും. പ്രൊജക്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് നിങ്ങൾ ടൈറ്റ് ആവും. ബെറ്റർ നിങ്ങൾ ഇപ്പൊ ഒത്തിരി ഗ്യാപ്പ് കിട്ടുമ്പോൾ എക്സാംസ് ഇല്ലാത്ത ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത് വരച്ചു വെക്കുക. എന്നിട്ട് പയ്യെ സ്കാൻ ഒക്കെ ചെയ്ത് നോക്കുക. അസൈൻമെന്റ് സബ്മിഷൻ ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഫുൾ ട്രെയിനിങ് പീരീഡ് കഴിയുമ്പോൾ ഒരു 1 or 2 months ഗ്യാപ്പ് തരും. ആ ഗ്യാപ്പിലായിരിക്കും നിങ്ങൾക്ക് അസൈൻമെന്റ്സ് കറക്റ്റ് ചെയ്യാനോ സബ്മിറ്റ് ചെയ്യാനോ ഒക്കെ ഉള്ള എക്സ്ട്രാ ടൈം ആയിട്ട് ആക്ട് ചെയ്യാം. അതിനു മുന്നേ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാം, കറക്ഷൻസ് വാങ്ങാം, അതിലൊന്നും പ്രശ്നമില്ല. അതായിരിക്കും നിങ്ങൾക്ക് പഠിച്ച് മനസ്സിലാക്കി എടുക്കാൻ എളുപ്പം. അറ്റ് ദ എൻഡ് ഇപ്പൊ സമയം കിട്ടിയില്ല, തികഞ്ഞില്ല, നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയില്ല എങ്കിൽ ആ എക്സ്ട്രാ അലവൻസ് പീരിയഡ് ടൈമിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്യാവുന്നതാണ് സർട്ടിഫിക്കറ്റ്സ്. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ് ഇതിൽ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മളിപ്പോ നോക്കി അത്രയും പോർഷൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ഡ്രാഫ്റ്റിംഗ് നമ്മൾ നോക്കി, ഡ്രാഫ്റ്റിംഗിൽ വരുന്ന ക്യാഡ് യൂട്ടിലിറ്റീസിനെ കുറിച്ച് സംസാരിച്ചു, ലെയറിങ്ങിനെ കുറിച്ച് സംസാരിച്ചു, ഡ്രാഫ്റ്റിംഗിന്റെ വേരിയസ് ഇമ്പോർട്ടന്റ് ഫാക്ടേഴ്സ് നമ്മൾ കവർ ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ സ്കാനിങ്ങിലേക്ക് വന്നു. എസ്റ്റമാക്സിൽ ടെംപ്ലേറ്റിന് ഇമ്പോർട്ടൻസ് പറഞ്ഞു. അതിൽ എന്തൊക്കെയാണ് ടെംപ്ലേറ്റ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ അതിനകത്ത് വരുന്നത് മെയിൻ ആയിട്ട് റേറ്റ് അനാലിസിസും ഇക്വേഷൻസും ആണ്. അതുപോലെ യൂണിറ്റ്സ്. ഈ 3 കാര്യം ഡിസൈഡ് ചെയ്യുന്നത് ഒരു കമ്പോണന്റ് ആണ് അല്ലെങ്കിൽ മെയിൻ ഫാക്ടർ ആണ് ടെംപ്ലേറ്റ്. ടെംപ്ലേറ്റ് കറക്റ്റ് ആയിട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഫയൽ സ്റ്റാർട്ട് ചെയ്യാം. അതിൽ കുറച്ച് ബേസിക് പാരാമീറ്റേഴ്സ് ഉണ്ട്. ചില ടെംപ്ലേറ്റ്സ് നമുക്ക് ആദ്യം ചേഞ്ച് ചെയ്യാണ്ട് തന്നെ വർക്ക് ചെയ്യാം. ചിലതിൽ നമുക്ക് കുറെ ഇൻപുട്ട് കൊടുക്കാനുണ്ടാവും. അപ്പൊ ഇൻപുട്സ് കൊടുത്തതിന് ശേഷം മെയിൻ ആയിട്ട് വരുന്ന ഒരു ഇൻപുട്ട് ജോയിനറി ആണ്. അതെല്ലാ പ്രൊജക്ട്സിലും മാറുന്ന ഒരു ഇൻപുട്ടാണ്. അപ്പൊ അത് ബേസിക് പാരാമീറ്റേഴ്സിൽ ആദ്യം ജോയിനറി, അതുപോലെ സ്റ്റോറീസ്, ഇത് ഇത്രയും ഫില്ല് ചെയ്യുക. ഡിഫോൾട്ട് പാരാമീറ്റേഴ്സ് ഫില്ല് ചെയ്യുക. അതിനുശേഷം നമ്മൾ സ്കാനിങ് പ്രോസസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതായത് നമ്മളുടെ എസ്റ്റമാക്സിലെ നെക്സ്റ്റ് ടാബ്, അതായത് ഫസ്റ്റ് ടാബ് നമ്മളുടെ മാസ്റ്റേഴ്സ്, അതിനകത്താണ് നമ്മൾ പാരാമീറ്റേഴ്സ് ഫിക്സ് ചെയ്ത് കൊടുത്തത്. പിന്നെ വരുന്നത് എൻട്രീസ് ടാബ് ആണ്. അതിൻ്റെ അകത്താണ് നമ്മൾ അതിന്റെ സ്കാനിങ് പാർട്ട് ചെയ്യുന്നത്. ആദ്യം നമ്മൾ സ്ലാബ് സ്കാൻ നോക്കി, അതിനകത്ത് വേരിയസ് മെത്തേഡ്സ് നോക്കി, സൺഷെയ്ഡ് നോക്കി, അതിന്റെ വേരിയസ് മെത്തേഡ്സ് നോക്കി. അതിനുശേഷമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ വാളിന്റെ അല്ലെങ്കിൽ ആർക്ക് ഡ്രോയിങ്ങിന്റെ സ്കാൻ. ആർക്ക് സ്കാനിൽ മെയിൻ ആയിട്ട് എടുക്കുന്ന ക്വാണ്ടിറ്റീസ് ബ്രിക്ക് വാളിന്റെ സെൻട്രൽ ലൈനും, അതുപോലെ തന്നെ പിന്നെ എടുക്കുന്നത് ജോയിനറിയുടെ ക്വാണ്ടിറ്റി ആണ്. കോളത്തിന്റെ നമ്മൾ എല്ലാ ക്വാണ്ടിറ്റിയും അല്ല എടുക്കുന്നത്. കോളം പൊസിഷൻ ഐഡന്റിഫൈ ചെയ്തിട്ട് അവിടെ നിന്ന് നമ്മൾ ബ്രിക്ക് വാൾ ലൈൻസ് ഇന്റർസെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ട്രിം ചെയ്ത് കളയുക എന്നുള്ളതിനാണ് അത് സ്കാൻ ചെയ്യുന്നത്. പ്ലസ് കോളം അതിന്റെ ഹൈറ്റ് എടുത്തിട്ടാണ് ബ്രിക്ക് വാളിന്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ആവുന്നത്. അപ്പോൾ ഈ 3 പർപ്പസിന് വേണ്ടിയിട്ടാണ്. അതായത് ആ പൊസിഷൻസ് ഐഡന്റിഫൈ ചെയ്ത് ട്രിം ചെയ്ത് കളയുക, 2 അതിന്റെ ഹൈറ്റ് എടുക്കുക. ഇതിനു വേണ്ടി മാത്രമാണ് കോളം നമ്മൾ അവിടെ ആർക്ക് സ്കാനിൽ സ്കാൻ ചെയ്തെടുക്കുന്നത്. അല്ലെങ്കിൽ കോളത്തിന്റെ പ്രസൻസ് നമുക്ക് അവിടെ ആവശ്യമില്ല. അപ്പോൾ ഫുള്ളി ലോഡ് ബെയറിംഗ് വാൾസ് ആണ്, കോളം കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തിട്ട് ഒരു ബിൽഡിംഗ് ആണെന്ന് വിചാരിക്കുക. ആ കേസിൽ നമുക്ക് കോളം സ്കാൻ ഒമിറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അതിന് കുറച്ച് കൺസ്ട്രക്ഷൻസ് ഒക്കെ ഉണ്ട്, റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്. അത് നിങ്ങൾക്ക് ഓരോ ടെംപ്ലേറ്റ് അനുസരിച്ചായിരിക്കും വരാം. ഓക്കെ, സോ ഇനി നാളെയല്ല, നെക്സ്റ്റ് ക്ലാസ് നമ്മൾ മൺഡേ ആയിരിക്കും. മൺഡേ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ട്രക്ചറിന്റെ സ്കാൻ ആയിരിക്കും. അത് ആർക്ക് സ്കാൻ സിമിലർ ആയതുകൊണ്ട് ചിലപ്പോൾ ഇത്രയും സമയം വേണ്ട, പെട്ടെന്ന് നമുക്ക് തീരും. അത് കഴിഞ്ഞിട്ടുള്ള പോർഷൻ അതായത് ക്യാഡ് യൂണിറ്റിയുടെ സ്കാനിങ് ആയിരിക്കും. അത് നമ്മൾ ഡിസ്കസ് ചെയ്യും നെക്സ്റ്റ് ക്ലാസ്സിൽ. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റിപ്പോർട്ട്സ് പ്രിപ്പറേഷൻ, പിന്നെ വരുന്നത് അനാലിസിസ് സെറ്റ് ചെയ്യുന്നതും അതുപോലെ ഇക്വേഷൻസ് എഡിറ്റ് ചെയ്യുന്നതും. ഇതെല്ലാം കൂടി ഒരു ബുധനാഴ്ച അല്ലെങ്കിൽ വ്യാഴാഴ്ച നമ്മളുടെ എസ്റ്റമാക്സിന്റെ ക്ലാസ്സസ് എല്ലാം കംപ്ലീറ്റ് ആവും. അതിനിടയ്ക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ എക്സ്ട്രാ സെഷൻസോ വേണമെങ്കിൽ അറിയിക്കുക. അതിനനുസരിച്ച് നമുക്ക് കറക്റ്റ് ചെയ്യാം. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഓൾ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം കേട്ടോ.